തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട തിരൂരങ്ങാടി സ്വദേശിയായ യുവാവിനെ ഭർത്താവ് വിദേശത്താണെന്ന് പറഞ്ഞ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ച് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ യുവതിയും യുവാവും പിടിയിൽ. കാവന്നൂർ വാക്കാലൂർ കളത്തിങ്ങൽ വീട്ടിൽ അൻസീന, ഭർത്തൃ സഹോദരൻ ഷഹബാബ് എന്നിവരെയാണ് അരീക്കോട് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ യുവതിയുടെ ഭർത്താവും സുഹൃത്തും ഒളിവിലാണ്. 4 ദിവസം മുമ്പ് പരിചയപ്പെട്ട തിരൂരങ്ങാടി സ്വദേശിയായ യുവാവിനെ ഭർത്താവ് വിദേശത്താണെന്ന് പറഞ്ഞ് അൻസീന വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഞായറാഴ്ച വീടിനടുത്തെത്തിയ യുവാവിനെ അൻസീനയുടെ ഭർത്താവ് ഷുഹൈബ, സഹോദരൻ ഷഹബാബ, സുഹൃത്ത് മൻസൂർ എന്നിവർ ചേർന്ന് സമീപത്തെ ക്വാറിയിലെത്തിച്ച് മർദ്ദിച്ചു. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് അൻസീന യുവാവിനെ വിളിച്ച് അക്രമി സംഘം ആവശ്യപ്പെടുന്നത് നൽകണമെന്നും ഇല്ലെങ്കിൽ അവർ വിദേശത്തുള്ള ഭർത്താവിനെ വിവരമറിയിക്കുമെന്നും പറഞ്ഞു. യുവാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന 17,000 രൂപയും മൊബൈൽ ഫോണും പ്രതികൾ തട്ടിയെടുക്കുകയും ചെയ്തു. പിന്നീട് 2 ലക്ഷം രൂപ കൂടി യുവാവിനോട് ആവശ്യപ്പെട്ടു. സുഹൃത്തു മുഖേന 25,000 രൂപ സംഘടിപ്പിച്ച യുവാവ് ഗൂഗിൾ പേ വഴി തട്ടിപ്പ് സംഘത്തിന് കൈമാറുകയും ചെയ്തു. അരീക്കോട്ടെ മൊബൈൽ കടയിൽ നിന്നും യുവാവിൻ്റെ പേരിൽ EMI വഴി 2 മൊബൈൽ ഫോണുകൾ എടുക്കുവാനും പ്രതികൾ ശ്രമിച്ചു. ഇതിനിടെ സംശയം തോന്നിയ യുവാവിൻ്റെ സുഹൃത്തുക്കൾ തിരൂരങ്ങാടി പോലീസിന് പരാതി നൽകി. ഇത് അരീക്കോട് പോലീസിനെ കൈമാറുകയായിരുന്നു. അരീക്കോട് പോലീസ് SHO വി വിജിത്തിൻ്റെ നേതൃത്വത്തിൽ SI നവീൻ ഷാജാണ് 2 പേരെയും അറസ്റ്റ് ചെയ്തത്. ഒളിവിലുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികൾ സമാനമായ തട്ടിപ്പ് മുമ്പും നടത്തിയതായി സംശയമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.